സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ സ്വാഗതം. നമസ്കാരം. സാർ, നിയുക്ത മുഖ്യമന്ത്രി VD സതീശനോട് മാധ്യമങ്ങൾ ഈ മുസ്ലിം ലീഗിൻ്റെ സർക്കാരിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും മുസ്ലിം ലീഗ് അനർഹമായ സ്വാധീനം സർക്കാരിൽ ചെലുത്തുന്നുണ്ടോ, അവരുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകിയത് മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാൽ ആ സ്പേസിലേക്ക് ആര് കടന്നു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ഡിഫൻസ് അതിന് ഒരുക്കിയത്. വാസ്തവത്തിൽ ഈ മുസ്ലിം ലീഗ് കൃത്യമായി അവരുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്നുണ്ടോ? എന്ത് പേരിലാണ് VD സതീശനെ പോലുള്ളവർ അവരെ ഇങ്ങനെ അങ്ങ് ഡിഫെൻഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ VD സതീശൻ. അപ്പോൾ മുഖ്യമന്ത്രി ആകുന്ന VD സതീശൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം അപകടകരമാണ്, ഗൗരവതരമാണ്. അതായത് മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ തീവ്രവാദികൾ വളരുമായിരുന്നു എന്ന് പറയുമ്പോൾ തീവ്രവാദികൾ ഇതുവരെ വളർന്നതിന്റെ എല്ലാം ചുമതല മുസ്ലിം ലീഗിന്റെ തോളത്ത് വെച്ചു കൊടുക്കുകയാണ്. അത് സത്യവുമാണ്. അതായത് മുസ്ലിം ലീഗിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ വിഭജനത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി പിറവികൊണ്ട ഒരു പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രണ്ടായിട്ട് പിളർന്നു. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി രണ്ട് ഭാഗമായി പിളർന്നു. ഇത് പാകിസ്ഥാനിൽ ഇപ്പോൾ 4 കഷ്ണങ്ങളായിട്ട് PML എന്ന് പറയുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് N, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് Q, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് F, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് Z, ഇങ്ങനെ 4 മുസ്ലിം ലീഗ് ഉണ്ട് പാകിസ്ഥാൻ. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന്. അപ്പോൾ നമുക്ക് ഒരു മുസ്ലിം ലീഗ് അല്ലേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ ഈ മുസ്ലിം ലീഗ് ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ അവർ നിരവധി റാഡിക്കൽ മുസ്ലിം പാർട്ടികളെ പെറ്റു വളർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുട്ടയിട്ട് വിരിയിച്ച് വളർത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ അറിയാമല്ലോ, PDP, INL, SDPI, വെൽഫെയർ പാർട്ടി, പിന്നെ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന എന്നാൽ രാഷ്ട്രീയ പാർട്ടി ആയിട്ട് ബംഗ്ലാദേശ് ഭരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ഇതൊക്കെ ഇന്ന് കേരളത്തിലുണ്ട്. VD സതീശൻ പറയുന്നത് ശുദ്ധ കളവാണ് എന്നുള്ളതിന്റെ തെളിവാണ് PDPയുടെ ജനനം, INLന്റെ ജനനം, SDPIയുടെ ജനനം, വെൽഫെയർ പാർട്ടിയുടെ ജനനം, ജമാഅത്തെ ഇസ്ലാമി കേരള രാഷ്ട്രീയത്തിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനം. അപ്പോൾ മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ തന്നെയാണ് ഈ ഭീകര സംഘടനകളെല്ലാം വളർന്നു വന്നത്. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഈ 1948 മാർച്ച് 10-നാണ് ചെന്നൈയിലെ രാജാജി ഹാളില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരംഭിക്കുന്നത്. അന്ന് M. മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ആദ്യത്തെ പ്രസിഡന്റ്. അന്ന് വരെ ഉണ്ടായിരുന്നത് അഖിലേന്ത്യാ മുസ്ലിം ലീഗാണ്, എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയുള്ള ലീഗാണ്. എന്നാൽ 1959 കേരളത്തിൽ EMS മന്ത്രിസഭയ്ക്ക് എതിരായിട്ടുള്ള വിമോചന സമരത്തിൽ കോൺഗ്രസിനോടൊപ്പം പങ്കെടുത്തുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് ഈ മുസ്ലിം ലീഗ് കടന്നു വരുന്നത്. അപ്പോൾ അന്ന് EMS മന്ത്രിസഭയെ പുറത്തു കളഞ്ഞു. അതിനുശേഷം 1960 പട്ടംതാണുപിള്ള മന്ത്രിസഭ വന്നു. ഈ പട്ടംതാണുപിള്ള മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനെ പങ്കാളിയാക്കണം എന്നുള്ളൊരു ആവശ്യം വന്നു. അങ്ങനെ ആവശ്യം വന്നപ്പോൾ കോൺഗ്രസ് ആണ് അതിനെ ശക്തിയുക്തം എതിർത്തത്. അന്ന് കോൺഗ്രസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഒരു കാരണവശാലും മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ ഒന്നിച്ചൊരു ഭരണമില്ല, അതുകൊണ്ട് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കാൻ പറ്റില്ല എന്നു ശാഠ്യം പിടിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. അതിനെ തുടർന്ന് ചെയ്തത് എന്താന്ന് വെച്ചാൽ അവരുടെ MLA, അതായത് കുറ്റിപ്പുറത്തുനിന്ന് ജയിച്ച KM സീതി സാഹിബിനെ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെപ്പിച്ച് സ്വതന്ത്രനാക്കിയിട്ട് സ്പീക്കറാക്കി. എന്നാൽ അദ്ദേഹം 1 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പം 1961 CH മുഹമ്മദ് കോയ, അദ്ദേഹം താനൂരിൽ നിന്നുള്ള മുസ്ലിം ലീഗ് MLA, അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര MLA ആയതിനു ശേഷം അദ്ദേഹവും സ്പീക്കറായി. ഇങ്ങനെ 2 തവണ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും സ്പീക്കറായത്. എന്നാൽ അതിനുശേഷം 1967 ഈ രണ്ടാം EMS മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുമ്പോൾ CH മുഹമ്മദ് കോയയും APM അഹമ്മദ് ഗുരുക്കളും
മന്ത്രിയായി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നപ്പോൾ അവരെ രാജിവെപ്പിച്ചില്ല. മുസ്ലിം ലീഗിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ മന്ത്രിമാരാക്കി. അന്നാണ് ഈ മലപ്പുറം ജില്ലയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർക്കൊരു ദിവ്യ പരിവേഷം കിട്ടി. 1970 മുതൽ ഇങ്ങോട്ട് സി അച്യുതമേനോൻ മന്ത്രിസഭ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മന്ത്രിസഭയിലും മുസ്ലിം ലീഗ് വളരെ വിശുദ്ധമായ ഒരു പശുവാണ്, വിശുദ്ധ പശുവാണ്. മതേതര പാർട്ടി, ജനാധിപത്യ പാർട്ടി, കോൺഗ്രസിനേക്കാൾ വിശുദ്ധമായ പാർട്ടി, അങ്ങനെ എല്ലാവരും അവരെ മന്ത്രിസഭയിൽ എടുക്കുകയാണ്. ഇടത് മുന്നണിയാണെങ്കിലും വലത് മുന്നണിയാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും. പക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്ന വലിയ ഒരു കള്ളത്തരം, അദ്ദേഹം പറയുന്നു മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഇവിടെ മറ്റ് തീവ്രവാദി സംഘടനകൾ കളം പിടിക്കും, ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്യും എന്നാണ്. പക്ഷേ അതൊരു പുകമറ സൃഷ്ടിക്കലാണ്, 100% കള്ളപ്രസ്താവനയാണ്. മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ തന്നെയാണല്ലോ PDP ഉണ്ടായത്. മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ തന്നെയാണല്ലോ INL ഉണ്ടായത്. മുസ്ലിം ലീഗ് നിലവിലുള്ളപ്പോൾ തന്നെയാണല്ലോ SDPI ഉണ്ടായത്, വെൽഫെയർ പാർട്ടി ഉണ്ടായത്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. അപ്പം മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇനി അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറയട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വി ഡി സതീശന് മുസ്ലിം ലീഗിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ തീവ്രവാദ സംഘടനകൾ ഉണ്ടാവാത്തത്, ഞങ്ങളാണ് PDPയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്, ഞങ്ങളാണ് SDPIയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്, ഞങ്ങളാണ് IL-നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്, ഞങ്ങളാണ് വെൽഫെയർ പാർട്ടി വളരാതെ കാത്തു സൂക്ഷിക്കുന്നത്, ഞങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം ഉറപ്പിക്കാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്ന് വി ഡി സതീശന് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാക്കളെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഭീകരവാദികളെ മുഴുവൻ പെറ്റുപോറ്റു വളർത്തി കൊണ്ടുവരുന്ന ഭീകര പ്രസ്ഥാനത്തെ വെള്ളപൂശി വിശുദ്ധമാക്കുന്ന പണിയാണ് ഇപ്പോൾ വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഇതിൽ UDF നേതാക്കൾ അല്ലെങ്കിൽ UDF മൊത്തത്തിൽ ഇതിനൊരുക്കുന്ന പ്രതിരോധം പഴയ മുസ്ലിം ലീഗ് അല്ല. അവരിപ്പോൾ ഒരു മതേതര കക്ഷിയാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അവർക്ക് കിട്ടുന്ന സ്വീകാര്യത ആ നിലയ്ക്കാണ്. ഈ മറ്റ് തീവ്രവാദി, ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞ അത്തരം തീവ്ര ആശയങ്ങളുള്ള സംഘടനകൾക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അവരെവിടെ നിൽക്കുന്നു? ആ ഒരു അവസ്ഥയിൽ മുസ്ലിം ലീഗിന് കുറേ കൂടി ജനകീയത ഉണ്ട്, കുറേ കൂടി സ്വീകാര്യതയുണ്ട്, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പോലും അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നൊക്കെയാണ് വാദിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞും ഇത്തരത്തിൽ ന്യായീകരിക്കാമല്ലോ. അങ്ങനെ ന്യായീകരിക്കുമ്പോൾ അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം എന്ന് ഓർക്കണം. മുസ്ലിം ലീഗ് ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ്. പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം അത് കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങി. കേരളത്തിൽ മാത്രമാണ് സ്പീക്കറായത്, കേരളത്തിൽ മാത്രമാണ് മന്ത്രിയായത്, കേരളത്തിൽ നിന്നാണ് ഇവർ പോയി കേന്ദ്രമന്ത്രിയായത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അംഗീകരിക്കാത്തത്? അപ്പോൾ ഈ പറയുന്ന വാദം ഉയർത്തുന്ന കോൺഗ്രസിന് എന്തുകൊണ്ടാണ് കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ, അല്ലെങ്കിൽ തെലങ്കാനയിലെ, അതല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനെ കയറ്റാത്തത് എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ മുസ്ലിം ലീഗും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് സീറ്റ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് മത്സരിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് MLA-മാരെ ഉണ്ടാക്കി മന്ത്രിയാക്കാത്തത്? വിവരമറിയും. കാരണം അവർക്കറിയാം ഇത് പാകിസ്ഥാൻ പിളർന്നു കൊണ്ടുപോയ മുസ്ലിം ലീഗ് തന്നെയാണെന്നും ഇത് ഇന്ത്യയിൽ സ്വീകരിക്കപ്പെടില്ല എന്നും കോൺഗ്രസിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ വരുമ്പോൾ കർശനമായ നിർദ്ദേശമല്ലേ കൊടുത്തിരിക്കുന്നത്, ലീഗിന്റെ കൊടി പിടിക്കരുത്. ഈ ലീഗിന്റെ കൊടിയുടെ കൂടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ നിൽക്കുന്ന പടം കേരളത്തിന് പുറത്തു കൊണ്ട് കാണിച്ചാൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ഇതൊന്ന് പറയാമോ? വി ഡി സതീശൻ കേരളത്തിന്റെ പുറത്തു പോയിട്ട് മുസ്ലിം ലീഗിനെ പറ്റി ഇങ്ങനെ ഒന്ന് പറയാമോ? അങ്ങനെ പറയുമ്പോഴാണ് അതിന്റെ കള്ളി വെളിച്ചത്താവുന്നത്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗ് നല്ല പാർട്ടിയാണ്, ജനാധിപത്യമാണ്, മതേതരത്വമാണെന്നൊക്കെ പറയുമ്പോൾ മന്ത്രിയാകാൻ നിൽക്കുന്ന KM ഷാജിയുടെ പ്രസംഗം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. മതമാണ് 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 പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾക്ക് കിട്ടാത്തതൊക്കെ പിടിച്ചുപറ്റി മുസ്ലിം സമുദായത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നൊന്നുമല്ല, ലീഗ് എന്നാണ്. മുസ്ലിം ലീഗാണ്, ഞങ്ങളെ ഒളിച്ചും മറച്ചും ഒന്നുമല്ല, കാര്യം പച്ചയ്ക്ക് നേരെയാണ് പറയുന്നത് എന്ന് വാദിക്കുന്നു. ആ പറയുന്ന KM ഷാജിയെ ഇപ്പൊ മന്ത്രിയാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ തീവ്രവാദമില്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? മറ്റൊരു കാര്യം കൂടി ഉണ്ട് സാർ. ഇപ്പോൾ സാറ് പരാമർശിച്ചിരുന്നു, മുൻപ് ഹൈക്കമാൻഡ് ലീഗിനെ അധികാര കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശിച്ചെങ്കിൽ ഇന്ന്
കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുന്നത് ലീഗാണ്. അതെ, ഇന്നിപ്പോ ഹൈക്കമാൻഡിനേക്കാൾ വലിയ ഹൈപ്പർ കമാൻഡായി ലീഗ് മാറിയിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പാർലമെന്റിൽ കയറണമെങ്കിൽ പാണക്കാട്ട് തങ്ങൾ അനുവദിക്കണം. അവിടെ എത്തി കാര്യങ്ങൾ. കോൺഗ്രസിന്റെ അവസ്ഥ അത്ര ദയനീയമാണ്. അതായത് കേരളത്തിലെ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഗാന്ധി കുടുംബം പാർലമെന്റിൽ കയറുകയില്ല. അപ്പൊ അത്രയും ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആരാണ് വളർത്തിയെടുത്ത് കൊണ്ടുവന്നത്? ഇതേ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ തീവ്രവാദികളുടെ പോക്കറ്റിൽ കിടക്കുന്ന പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിന്റെ നിസ്സഹായാവസ്ഥയും ഗതികേടുമാണ് വി ഡി സതീശന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്.